ഇത്രയും സംഭവമുണ്ടായിട്ടും ഇപ്പോഴും എഫ്ഐആർ പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ കുറ്റം അല്ലെങ്കിൽ ശരിയായ നിലയിൽ എഫ്ഐആർ തയ്യാറാക്കാൻ പോലും പോലീസ് ശ്രമിച്ചില്ല. പോലീസിൻ്റെ എഫ്ഐആർ ഡിഫക്റ്റീവായ എഫ്ഐആർ ആണ്. അതുപോലെ തന്നെ ഒരു അക്രമകാരിയായ ഒരു പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വൈദ്യപരിശോധനയ്ക്കോ സ്റ്റേഷനിലോ കൊണ്ടുവരുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികൾ ഒന്നും സ്വീകരിച്ചിട്ടില്ല. മതിയായ പോലീസ് സംരക്ഷണം ആ ഡോക്ടർക്കുണ്ടായില്ല. പോലീസുകാർ നോക്കി നിൽക്കുകയാണ് ഈ വന്ദനയെ കുത്തിക്കൊലപ്പെടുത്തിയത്. കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കുന്നവരാണ്. അവർക്ക് സംരക്ഷണം ഒരുക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുള്ളതാണ്. പോലീസ് കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ് ചെയ്തത്. മാത്രവുമല്ല, എന്നെ ഏറ്റവും വേദനിപ്പിച്ചൊരു സംഭവം, 21 വയസ്സുള്ള വന്ദന മരിച്ചു കഴിഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണമായിരുന്നു. ആരോഗ്യമന്ത്രി അങ്ങനെ പ്രതികരിക്കാൻ പാടുണ്ടോ? ഈ കുട്ടിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെ പറയാൻ പാടുണ്ടോ?